ടിപ്പ് നമ്പർ 1. ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് മാവൊന്ന് കുഴച്ചിട്ടുണ്ട്. അപ്പം ഈ മാവ് ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടും പറ്റാതെ കണ്ട് ശകലം പോലും കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ഓയിൽ നന്നായിട്ട് ഇങ്ങനെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മളിങ്ങനെ മാവ് നന്നായിട്ട് കുഴച്ച് എടുക്കുമ്പോൾ ഇത് കണ്ടോ ഒട്ടും തന്നെ കയ്യിൽ പറ്റിപ്പിടിക്കത്തേ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ചിലരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പം എന്താ പറയുക പശ പോലെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ മാവിൻ്റേതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിക്ക് 1-2 തവണ ഇങ്ങനെ കയ്യിൽ ഓയിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഇനി വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി പരത്തുന്ന സമയത്ത് ചപ്പാത്തിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തെറിച്ച് വീഴാറുണ്ട് അല്ലേ. അപ്പം പിന്നെ കൗണ്ടർ ടോപ്പ് എല്ലാം വീണ്ടും ഇരട്ടിപ്പണിയാണ്, നമുക്കത് ക്ലീൻ ആക്കേണ്ടി വരും. അപ്പോൾ നമ്മളിതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടൊന്ന് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചപ്പാത്തി പലക വെച്ചിട്ട് നമ്മളിതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ ഒരു പൊടി കൗണ്ടർ ടോപ്പിലോട്ടൊന്നും വീഴത്തുമില്ല. നമുക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇത്രയും പൊടി ആ ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൗണ്ടർ ടോപ്പിൽ തെറിച്ച് വീഴേണ്ട പൊടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ന്യൂസ് പേപ്പർ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അനായാസം ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയൊന്നും ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ. അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പം കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ഗോതമ്പ് മാവിൻ്റെ ഉരുള കറക്റ്റായിട്ട് ഇതുപോലെ നല്ല റൗണ്ടിൽ തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ സൈഡെല്ലാം നല്ലപോലെ ഇതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മളിതുപോലെ പരത്തി എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ ഒരു ഷേപ്പ് നഷ്ടപ്പെടാതെ നല്ല റൗണ്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് എന്താ പറയുക ഇതുപോലെ കൈ എടുക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ടിട്ട് പരത്താൻ വേണ്ടിയിട്ട് പറ്റും. തിരിച്ചും മറിച്ചും ഒന്നും ഇട്ട് കൊടുക്കേണ്ടി വരില്ല. ഒറ്റ ട്രിപ്പ് തന്നെ ഇങ്ങനെ അനായാസം സിമ്പിളായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിക്കുകയോ തിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒറ്റയടിക്ക് തന്നെയാണ് ഇങ്ങനെ ഈ റൗണ്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചപ്പാത്തി പരത്തുന്ന കല്ല് വെറുതെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല്ലിയും പാറ്റയൊക്കെ കയറിയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇങ്ങനത്തെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കവറിലോട്ട് ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തത് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ പല്ലിയോ പാറ്റയോ ഒന്നും കയറത്തുമില്ല, പൊടികളൊന്നും അടിക്കത്തില്ല. അപ്പോൾ ഈ രീതിക്ക് നമുക്കൊന്ന് എടുത്തു വെക്കാവേ. അടുത്തതായിട്ട് ബാച്ചിലേഴ്സിനൊക്കെ ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തിയതിന് ശേഷം ഒറ്റയടിക്ക് തന്നെ നമുക്ക് ചപ്പാത്തി ഈസി ആയിട്ടിട്ട് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 4-5 ചപ്പാത്തി ഞാനിങ്ങനെ ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ചപ്പാത്തി വേണമെങ്കിലും എടുക്കാം, 5-10 എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചപ്പാത്തിയുടെ കല്ലൊന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിലേക്ക് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ചപ്പാത്തി ഒരുമിച്ച് ഇങ്ങനെ കല്ലിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ അല്പം നെയ്യൊക്കെ ഒന്ന് തടവിയതിന് ശേഷം വീണ്ടും നമ്മളിതുപോലെ തിരിച്ച് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ചപ്പാത്തിയുടെ ഇവിടെയും നമ്മളിതുപോലെ ഓയിൽ തേച്ചതിന് ശേഷം വീണ്ടും നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഭാഗത്തെ ചപ്പാത്തിയും കൂടി ഓക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മളിങ്ങോട്ട് എടുക്കുന്നു. അങ്ങനെ നമ്മൾ മറിച്ചും തിരിച്ചും ഇട്ടിട്ട് ഈസി ആയിട്ടിട്ട് ഓരോരോ ചപ്പാത്തി ഇട്ട് ചുട്ടെടുക്കാതെ ഇങ്ങനെ ഒരുമിച്ച് ചപ്പാത്തി ഇട്ടതിന് ശേഷം അപ്പുറവും ഇപ്പുറവും ഇതുപോലെ നമ്മൾ എന്താ പറയുക റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ചപ്പാത്തി കുറച്ച് അധികം നമ്മൾ പരത്തിയതിന് ശേഷം പകുതി വേവിച്ച് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തോളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വിടുക. തണുത്തതിന് ശേഷം നമ്മൾ ഒരു സിപ്പ് ലോക്ക് കവറിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ ആക്കി ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ബാക്കി നമുക്ക് ചപ്പാത്തി ചുട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് ഉള്ളവർക്കൊക്കെ ഈ ടിപ്പുകളെല്ലാം തന്നെ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ടിപ്പ് നമ്പർ 2. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ട് അല്ലേ.
എന്നാൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം ഗ്യാസൊക്കെ തീർന്നു പോകാറുണ്ട്. അപ്പോൾ വീട്ടമ്മമാർക്ക് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ എത്രമാത്രം ഗ്യാസ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഇതുപോലൊരു നനഞ്ഞ ടവൽ എടുത്തിട്ട് ഗ്യാസ് സിലിണ്ടർ മുകളിൽ തൊട്ട് താഴെ വരെയും ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് തുടയ്ക്കുക. ഒരു സൈഡ് തുടച്ചാൽ മതി. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം മുകളിൽ ഗ്യാസ് ഇല്ലാത്ത ഭാഗം വരെ ഉള്ള ആ ഒരു നനവ് അങ്ങ് ഉണങ്ങിപ്പോകുന്നതായിരിക്കും. ഗ്യാസ് ഉള്ള ഭാഗത്താണെങ്കിൽ ആ ഒരു നനവ് നിലനിൽക്കുകയും ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഉള്ളിൽ എത്രമാത്രം ഗ്യാസ് ഉണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. മുകൾ ഭാഗമെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ നോക്കിക്കേ, അവിടെ ആ ഒരു നനവ് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സിലിണ്ടറിൽ ഈ പകുതിയോളം ഗ്യാസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് ഇതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കളയാതെ എടുത്ത് സൂക്ഷിച്ചു വെച്ചോ. നമുക്ക് ഒത്തിരി ഉപകാരമുണ്ട് കേട്ടോ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റും ഉണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് ടാബ്ലറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഒരു ടാബ്ലറ്റ് മതി നമ്മുടെ ആവശ്യത്തിന്. അതായത് മിക്ക വീട്ടമ്മമാർക്കുമുള്ളൊരു ടെൻഷനാണ് ഗ്യാസ് എപ്പോൾ തീർന്നു പോകും എന്നുള്ള ആ ഒരു കാര്യം. പലപ്പോഴും നമ്മളത് കണക്ട് ചെയ്ത ഡേറ്റൊന്നും ഓർത്ത് വെക്കാറുണ്ടാവത്തില്ല. അപ്പം ഗ്യാസ് സിലിണ്ടറിൻ്റെ ആ ഒരു വെയിറ്റ് കുറയുന്നതിന് അനുസരിച്ചിട്ട് തീരാറായോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റ് കൊണ്ട് സാധിക്കും. അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു ടാബ്ലറ്റ് എടുത്തു. എന്നിട്ട് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ എപ്പോഴും ഗ്യാസ് കണക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഗ്യാസ് സിലിണ്ടർ മാറ്റി വയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്നാണോ അത് ചേഞ്ച് ചെയ്തത് ആ ഡേറ്റ് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഗ്യാസ് സിലിണ്ടർ ഇത് എന്നാണ് കണക്ട് ചെയ്തത്, നമുക്ക് എത്ര നാൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും, സാധാരണ ഒരു വീട്ടിൽ ഒരു ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്താൽ എത്ര ദിവസം ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നതിലൂടെ സാധിക്കും. ഇപ്പം എല്ലാ വീട്ടിലും ചോക്കൊന്നും ഉണ്ടാകണമെന്ന് ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലൊരു ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. ടിപ്പ് നമ്പർ 3, മൂന്നാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പയൊക്കെ ക്ലീൻ ആക്കുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ കപ്പയുടെ പുറത്തേക്ക് ഒരുപാട് അഴുക്കും മണ്ണും ഒക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും. പലരും ഇതൊന്നും കഴുകി കളയാതെ ഡയറക്റ്റ് ആയിട്ടിട്ട് കപ്പ അങ്ങോട്ട് പൊളിക്കും. അന്നേരം നമ്മുടെ കയ്യിൽ പറ്റിയിരിക്കുന്ന ആ മണ്ണെല്ലാം കൂടെ കപ്പയിലേക്ക് പറ്റിയിട്ട് കപ്പയെല്ലാം മൊത്തത്തിൽ മണ്ണാകും. പിന്നെ അതൊന്ന് കഴുകിയെടുക്കണമെങ്കിൽ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടാണ് അതൊന്നും നല്ല മണ്ണെല്ലാം കളഞ്ഞ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കപ്പ കൊണ്ടിരുന്ന സമയത്ത് ആദ്യമേ തന്നെ ഇതുപോലെ നന്നായിട്ട് കഴുകി അതിൻ്റെ പുറത്തെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ കപ്പ ഇതുപോലെ പൊളിച്ചെടുക്കുകയാണെങ്കിൽ കപ്പയിൽ ആ മണ്ണ് ആകത്തേ ഇല്ല. മിക്കവാറും ഇങ്ങനെ പൊളിക്കുന്ന സമയത്തായിരിക്കും കയ്യിൽ നിന്നൊക്കെ മണ്ണ് പറ്റുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും കപ്പ പൊളിച്ചെടുക്കുന്നതിന് മുന്നായിട്ട് മണ്ണുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് കഴുകി കളഞ്ഞതിന് ശേഷം ചെയ്യുവാണെങ്കിൽ നമുക്ക് പണി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇരട്ടി പണിയാകും. മുളകൊക്കെ ഇട്ട് വെച്ചാൽ നല്ല കിടിലേം കപ്പയും കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫും ചേർത്തൊരു പിടിയങ്ങ് പിടിക്കണം അല്ലേ. കൂട്ടിന് നല്ല കട്ടുപ്പത്തിലൊരു കട്ടൻ കാപ്പിയും. എൻ്റെ പൊന്ന് സാറേ പിന്നൊന്നും കാണാൻ പറ്റത്തില്ല. കേൾക്കുമ്പം തന്നെ നാവിൽ പണ്ട് വാസ്കോ ഡ ഗാമ ഓടിച്ച കപ്പൽ അങ്ങോട്ട് പാഞ്ഞെത്തും അല്ലേ. അപ്പോൾ അത്രയ്ക്കും മലയാളികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് കപ്പ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കപ്പ ഇതുപോലെ കൊത്തു ഞുറുക്കുന്ന സമയത്ത് മിക്കവാറും കപ്പ കഴിക്കുമ്പം വേരിങ്ങനെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അത് കപ്പയിലെ വേര് പൊളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊത്തു ഞുറുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടിട്ട് കളയാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ കപ്പ കൊത്തു ഞുറുക്കുമ്പോൾ ഇതുപോലെ കൊത്തു ഞുറുക്കുക. ഇങ്ങനെ കൊത്തു ഞുറുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഒരു കപ്പയുടെ ആ ഒരു വേര് ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. ഇനി ടിപ്പ് നമ്പർ 4, ഞാനിവിടെ കുറച്ച് കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പാനിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ഗ്ലാസ് വെള്ളം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുക്കി ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണം. അപ്പം കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 3 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ ഗ്ലിസറിന് അത്ര ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലാണ്. അപ്പം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് പുൽത്തൈലമാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ വനില എസൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇതെന്താണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് എന്ന് അല്ലേ. പറയാവേ.
നമ്മുടെ വസ്ത്രങ്ങൾക്കുള്ള നല്ല ഒരു ഫാബ്രിക് കണ്ടീഷണറാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ തുണികളൊക്കെ നമ്മൾ മുക്കുകയാണെങ്കിൽ നല്ലൊരു സുഗന്ധം കിട്ടും, അതുപോലെ തന്നെ നല്ല സ്റ്റിഫായിട്ടിരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ 2 പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്, നമുക്കിത് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തേതിന് ഞാൻ 1 ഡ്രോപ്പ് ഉജാല ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരെണ്ണത്തിലേക്ക് ഞാൻ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പിങ്ക് കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ നിന്നും ഇതുപോലെ പല നിറങ്ങളിലുള്ള ഫാബ്രിക് കണ്ടീഷണറുകൾ കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇപ്പോൾ കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിങ്ങനെ ഉജാലയും ഫുഡ് കളറും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സിനൊക്കെ ആ ഒരു കളറാകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതുപോലെ നമ്മൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഈ ഒരു ഫാബ്രിക് കണ്ടീഷണറിൽ മുക്കി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. വൈറ്റ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഒരു കളർ ചേഞ്ചും ഉണ്ടാവത്തില്ല, നല്ല സുഗന്ധമായിരിക്കും, അതുപോലെ തന്നെ നല്ല സ്റ്റിഫായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി കാശ് കൊടുത്ത് മാർക്കറ്റുകളിൽ നിന്നും ഇതുപോലുള്ള ഫാബ്രിക് കണ്ടീഷണറുകൾ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് മനസ്സ് വെച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം, അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.